رسول الله قلبي لم يزال باسمك. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين الفائزين برضاه أما بعد. സ്നേഹമുള്ളവരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഖൈറിന്റെ അഹ്ലിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ വിശുദ്ധ മാസം അനുകൂലമാക്കി അല്ലാഹു നമുക്കും സാക്ഷ്യത്തിൽ പെരുമാറട്ടെ. വിശുദ്ധ റമദാനിലെ വ്രതാനുഷ്ഠാനത്തിലൂടെ നാം ഒക്കെ കടന്നു പോവുകയാണ്. ഒരു യഥാർത്ഥ നോമ്പുകാരന് ലഭിക്കുന്ന ഒരുപാട് പ്രതിഫലങ്ങളെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തിരുവചനങ്ങളിലൂടെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഹദീസിൽ കാണാം, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, മുസ്ലിം റളിയല്ലാഹു അൻഹു, നസായി റളിയല്ലാഹു അൻഹു, തിർമിദി റളിയല്ലാഹു അൻഹു ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസ്. വാൻ സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ. മഹാനായ സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നത്. നബി തങ്ങൾ പറയുകയാണ്, ഇന്ന ഫിൽ ജന്നത്തി ബാബൻ യുഖാലു ലഹു റയ്യാൻ. നിശ്ചയമായും സ്വർഗ്ഗത്തിൽ ഒരു വാതിലുണ്ട്. ആ വാതിലിന് റയ്യാൻ എന്നാണ് ആ വാതിലിന്, കവാടത്തിന്റെ പേര് പറയപ്പെടുക റയ്യാൻ എന്നാണ്. യദ്ഖുലു മിൻഹു സായിമൂന യൗമൽ ഖിയാമ. അന്ത്യനാളിൽ യഥാർത്ഥ നോമ്പുകാർ ആണ് ആ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറഹും. ഈ നോമ്പുകാരല്ലാത്ത മറ്റാരും തന്നെ ആ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുമില്ല. ഫൈദാ ദഖലു, ആ നോമ്പുകാർ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഓലിക്ക, ആ കവാടം അടക്കപ്പെടും. ഫലം യദ്ഖുലു മിൻഹു അഹദുൻ, പിന്നെ ഒരാൾക്കും ആ കവാടത്തിലൂടെ പ്രവേശിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോ സ്വർഗത്തിന് ഒരുപാട് കവാടങ്ങളുണ്ട്. ആ കവാടങ്ങളിൽ പ്രത്യേകമായ ഒരു വാതിലാണ് റയ്യാൻ എന്ന കവാടം. നോമ്പുകാർക്ക് മാത്രം സ്പെഷ്യലായിട്ട് പ്രവേശിക്കാൻ വേണ്ടി മറ്റാർക്കും പ്രവേശിക്കാൻ സാധിക്കാത്ത ആ കവാടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാനിലെ യഥാർത്ഥ നോമ്പുകാർക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നോമ്പുകാരിൽ നമുക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ നമ്മുടെ നോമ്പ് യഥാർത്ഥ നോമ്പായി തീർന്നാൽ മാത്രമേ ആ കവാടത്തിലൂടെ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. നോമ്പ് പല രീതിയിലുള്ള നോമ്പുണ്ട്. കിതാബുകളിലൊക്കെ കാണാം, സൗമുൽ അവാമ്, സൗമുൽ ഹവാസ്, സൗമു ഹവാസുൽ ഹവാസ്. നാടൻ നോമ്പ്, പ്രത്യേകക്കാരുടെ നോമ്പ്, പ്രത്യേകക്കാരുടെ നോമ്പ്. ഇങ്ങനെ 3 രീതിയിലാണ് നോമ്പിനെ കുറിച്ച് വിവരിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ സൗമുൽ അവാം, നാടൻ നോമ്പ് എന്ന് പറഞ്ഞാൽ കഫുൽ ബത്നി വൽ ഫർജി അൻ ഖളാഇ ശഹവ. വൈകാരികങ്ങളായ കാര്യങ്ങളെ തൊട്ട് ഗുഹ്യസ്ഥാനത്തെ തടുത്തു നിർത്തുകയും പള്ളയെ തടഞ്ഞു നിർത്തുകയും ചെയ്ത വായിലൂടെ ഒന്നും ഭക്ഷിക്കാതിരിക്കുക. നമ്മുടെ ബത്തിന്, പള്ള അഥവാ വിശന്ന് സ്വബഹി മുതൽ മാരു വരെ നമ്മൾ അന്ന പാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടുള്ള നോമ്പ്, അതാണ് സൗമുൽ അവാം. മറ്റൊന്ന് സൗമുൽ ഹവാസ്, പ്രത്യേകക്കാരുടെ നോമ്പാണ്. പ്രത്യേകക്കാരുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ സൗമു സാലിഹീൻ, സാലിഹീങ്ങളുടെ നോമ്പാണ്. ആ സാലിഹീങ്ങളുടെ നോമ്പ് ആയി മാറിയാൽ മാത്രമേ ഈ നോമ്പുകാരുടെ കവാടത്തിലൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ അവയവങ്ങളെയും നാം കാത്തു സൂക്ഷിച്ച് വെറും പള്ളയുടെ നോമ്പ് മാത്രമാക്കി തീർക്കാതെ എല്ലാ അവയവങ്ങളുടെയും ശ്രദ്ധിച്ചുകൊണ്ടുള്ള നോമ്പായിരിക്കണം ആ നോമ്പ്. കഫുൽ ജവാരിഹി അനിൽ ആസാം, എല്ലാ അവയവങ്ങളെയും തെറ്റുകുറ്റങ്ങളെ തൊട്ട് തടുക്കണം. അത് ലഭിക്കണമെങ്കിൽ 5 കാര്യങ്ങൾ നിത്യമാക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒന്ന്, ഒലുൽ ബസർ അൻകുല്ലിമായി ഷറയിൽ ആക്ഷേപകരമാക്കപ്പെട്ട കാര്യത്തോട്ട് നമ്മുടെ കണ്ണിനെ ചിമ്മണം. കണ്ണുകൊണ്ട് ഒരു നോമ്പുകാരൻ നോമ്പ് നോറ്റുകൊണ്ട് അവന്റെ കണ്ണ് തുറന്ന് ഹറാമിനെ തൊട്ടൊക്കെ കണ്ണിനെ അവൻ ചിമ്മിക്കളയണം. കണ്ണുകൊണ്ട് ഹറാമ് നോക്കരുത്. വസാനി ഹിഫ്ദുൽ ലിസാനി അനിൽ ഗൈബത്തി വൽ കദ്ബി വൻ നമീമ. രണ്ടാമത്തത്, നാവിനെ ഏഷണി, പരിദൂഷണം, കള്ളത്തരം, അനാവശ്യ സംസാരം, ഇതിനെ തൊട്ടൊക്കെ നാവിനെ സൂക്ഷിക്കണം. എന്നാലേ അവന്റെ നോമ്പ് പ്രത്യേകക്കാരുടെ നോമ്പാകുകയുള്ളൂ. ഈബത്ത്, കളവ്, നമീമത്ത്, വികാരത്തോടുള്ള നോട്ടമൊക്കെ നോമ്പിന്റെ പ്രതിഫലത്തെ ബാത്തിലേക്ക് കളയുമെന്ന് കിതാബുകൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ 3 ശ്രദ്ധിക്കണം. അപ്പൊ 1 കണ്ണിനെ ശ്രദ്ധിക്കണം, 2 നാവിനെ ശ്രദ്ധിക്കണം, 3 കഫുൽ ഉദൻ അനിസ്തിമായി കുൽ മക്റൂഹിൻ. ശറഅ നിരോധിക്കപ്പെട്ട എല്ലാ കാര്യത്തെ തൊട്ടും എല്ലാ കാര്യത്തെ കേൾക്കലിനെ തൊട്ടും നമ്മുടെ ചെവിയെ കാത്തു സൂക്ഷിക്കണം. അതുപോലെ തന്നെ 4 കഫു ജമീഅൽ അളാഇൽ മക്കാരി. എല്ലാ അവയവങ്ങളും നിരോധിക്കപ്പെട്ട എല്ലാ കാര്യത്തെ തൊട്ടും സംരക്ഷിച്ചു നിർത്തണം. അതുപോലെ തന്നെ കഫുൽ ബത്നി അനി ശുബ്ഹാത്തി വഖ്തുൽ ഇഫ്താർ. നോമ്പുരിക്കുന്ന സമയത്ത് ശുബ്ഹ കലർന്ന ഭക്ഷണം, ഹറാമാണോ ഹലാലാണോ എന്ന ശുബ്ഹ കലർന്ന ഭക്ഷണം കഴിക്കലിനെ തൊട്ട് സൂക്ഷിക്കണം. അതുപോലെ തന്നെ
അഞ്ചാമത്തത് അല്ലാ യസ്തക്സിറ മിനൽ ഹലാലി വഖ്തൽ ഇഫ്താരി ബിഹൈസു യംലഉ ബത്നഹു. അവന്റെ പള്ള ഓവർ നടക്കുന്ന രീതിയിൽ ഹലാലായ ഭക്ഷണം തന്നെ നോമ്പ് മുറിക്കുന്ന സമയത്ത് അധികരിപ്പിക്കാതിരിക്കണം. അപ്പൊ ഈ കാര്യങ്ങൾ പ്രത്യേകക്കാരുടെ നോമ്പാകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാവിനെ സൂക്ഷിക്കണം, കണ്ണിനെ സൂക്ഷിക്കണം, ചെവിയെ സൂക്ഷിക്കണം, എല്ലാ അവയവങ്ങളെയും സൂക്ഷിക്കണം. അതുപോലെ തന്നെ സുബഹാനെന്ന ഭക്ഷണം കഴിക്കലെന്ന് സൂക്ഷിക്കണം. ഒത്ത ഹലാലായ ഭക്ഷണമാണെങ്കിൽ പോലും നോമ്പ് കഴിക്കുമ്പോൾ ഓവർ തീറ്റി തിന്നാതിരിക്കുകയും ചെയ്യണം. എന്നാൽ മാത്രമേ പ്രത്യേകക്കാരുടെ നോമ്പായി മാറുകയുള്ളൂ. ആ പ്രത്യേകക്കാരുടെ ആ നോമ്പ് അങ്ങനെ നമ്മുടെ എല്ലാ അവയവങ്ങളെയും, നമ്മുടെ മനസ്സിനെയും ശരീരങ്ങളിലെ ഓരോരോ അവയവങ്ങളെയും അനാവശ്യമായ നിരോധിക്കപ്പെട്ട കാര്യത്തെ തൊട്ട് തടുത്തു നിർത്തി എല്ലാം അള്ളാഹുവിലേക്ക് അർപ്പിച്ചുകൊണ്ടുള്ള നോമ്പാണ് സൗമുൽ ഹവാസ്, പ്രത്യേകക്കാരുടെ നോമ്പ്. ആ നോമ്പുകാർക്കാണ് സ്വർഗത്തിലേക്ക് ഈ കവാടത്തിലൂടെ പ്രവേശിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ പ്രത്യേകക്കാർക്കും ഈ കവാടത്തിലൂടെ കടക്കാൻ സാധിക്കും. പ്രത്യേകക്കാർ എന്ന് പറഞ്ഞാൽ അവർ എല്ലാ ഐഹികമായ ചിന്തയെ തൊട്ടും ഐഹികപരമായ വിഷമങ്ങളെ തൊട്ടും ഹൃദയത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹുവല്ലാതെ ഹൃദയത്തിൽ അല്ലാ എന്ന ചിന്തയല്ലാതെ മറ്റൊരു ചിന്തയും ഉണ്ടാവാത്ത രീതിയിൽ, ഹൃദയത്തിൽ അല്ലാഹ് എന്ന ചിന്തയല്ലാതെ മറ്റൊരു ചിന്ത വന്നാൽ അവർ നോമ്പ് പറഞ്ഞു എന്ന് പറയും. അത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ഇഷ്ടദാസന്മാരുടെ നോമ്പാണ്. പ്രത്യേകക്കാരുടെ നോമ്പ് നോറ്റാല് ഹൃദയത്തിൽ അല്ലാഹ് എന്ന ചിന്തയല്ലാതെ മറ്റൊരു ചിന്ത ഉണ്ടാകാൻ വേണ്ടി പറ്റൂല. അങ്ങനെ മുഴുവൻ പ്രഭാതം മുതൽ പ്രദോഷം വരെ അല്ലാഹ് എന്ന ചിന്തയിൽ മാത്രം മുഴുകിക്കൊണ്ട് അതോടൊപ്പം ഈ പറയപ്പെട്ട നാവിനെയും ഒക്കെ സംരക്ഷിച്ച് നിർത്തി പള്ളയെയും കാത്തു സൂക്ഷിച്ച് പൂർണ്ണമായും അള്ളാഹുവിൽ ലയിച്ചുകൊണ്ടുള്ള നോമ്പാണ് പ്രത്യേകക്കാരുടെ നോമ്പ്. അത് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിച്ച, അള്ളാഹിന്റെ സാമീപ്യം ലഭിച്ച അള്ളാഹുവിന്റെ മഹാന്നതന്മാരായ ഔലിയാക്കൾക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ്. നാം അതാകാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഈ പ്രത്യേകക്കാരുടെ നോമ്പ് അവർക്ക് മഹത്തായ പ്രതിഫലമാണ്. രണ്ടാമത് പറഞ്ഞ പ്രത്യേകക്കാരുടെ നോമ്പ് അതിനെങ്കിലും നമ്മൾ പെടണം. ഒന്നാമത്തെ സൗമുൽ ഹവാം നാടൻ നോമ്പിൽ നമ്മൾ വിട്ടുപോകരുത്. പട്ടിണി കിടന്ന് ഭക്ഷണം മാത്രം വർജിച്ചുകൊണ്ട് ശരീരങ്ങളിലെ അവയവങ്ങളെ ഹറാമെ തൊട്ട് മാറ്റി നിർത്താതെ മുന്നോട്ടേക്ക് പോയാൽ നമ്മുടെ നോമ്പിന്റെ ഫലമുണ്ടാവില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, കമ്മിൻ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലല്ലാഹ്. എത്ര നോമ്പുകാരാണ് അവനെ നോമ്പ് കൊണ്ട് ദാഹം മാത്രമേ അവനക്ക് ലഭിക്കുകയുള്ളൂ, പ്രതിഫലം ലഭിക്കില്ല. അതുപോലെ ആരെങ്കിലും അനാവശ്യ വാക്കും അനാവശ്യ പ്രവൃത്തിയും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അള്ളാഹ്ക്ക് ഒരു ആവശ്യവുമില്ല അവൻ ഭക്ഷണപാനീയങ്ങളെ ഉപേക്ഷിക്കുന്നതുകൊണ്ട്. അള്ളാഹ്ക്ക് ഒരു ആവശ്യവുമില്ല അവന്റെ നോമ്പിനെ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വീകാര്യോഗ്യമായ നോമ്പ് നമ്മുടെ അവയവങ്ങളുടെ മുഴുവൻ നോമ്പാണ് സ്വീകാര്യോഗ്യമായ നോമ്പ്. അതുകൊണ്ട് നമ്മൾ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് പട്ടിണി കിടന്ന് ത്യാഗം സഹിച്ച് ക്ഷമിച്ചുകൊണ്ട് നാം മുന്നോട്ടേക്ക് പോകുമ്പോൾ നാം വിശപ്പിൽ മാത്രം ഒതുങ്ങാതെ ശരീരങ്ങളിലെ ഓരോ അവയവങ്ങളെയും, കണ്ണിനെയും കാതിനെയും നാവിനെയും ശരീരങ്ങളെ ഓരോരോ അവയവങ്ങളെയും നോമ്പാക്കി തീർക്കാൻ വേണ്ടി, അവയവങ്ങൾ കൊണ്ടുള്ള നോമ്പൊക്കെ ആക്കി തീർക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെയുള്ള നോമ്പുകാർക്കാണ് ഈ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുക. മാത്രമല്ല ലാ യഅലമു സവാബ ആമിഹി ഇല്ലല്ലാഹ്. അങ്ങനെ നോമ്പ് നോറ്റവന്റെ പ്രതിഫലം എത്രയാണെന്ന് അള്ളാഹ്ക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. അള്ളാഹിന്റെ ലിഖാ കണ്ടാസ്വദിക്കാനുള്ള ഭാഗ്യമാണ് അവന് ലഭിക്കുക. ലിസ്സായിമി ഫർഹത്താനി. യഥാർത്ഥ നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. ഇത് അഫ്തറഹ ഫലീ ഫിത്രി, നോമ്പ് മുറിക്കുന്നതുകൊണ്ടുള്ള സന്തോഷം. മറ്റൊന്ന് വൈദാ ലഖിയ റബ്ബഹു, അവൻ തന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോ ഫലീ ബിസൗമി, അവന്റെ നോമ്പ് കൊണ്ടവൻ റബ്ബിനെ കണ്ടുമുട്ടുന്ന സന്തോഷം. അപ്പോ യഥാർത്ഥ നോമ്പുകാർക്ക് അള്ളാഹിന്റെ ലിഖായിനെ കണ്ടാസ്വദിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഈ സ്വർഗത്തിലെ ഈ കവാടത്തിലൂടെ പ്രവേശിക്കാൻ സാധിക്കും. അതുപോലെ ഒരുപാട് നേട്ടങ്ങൾ ആ നോമ്പുകാരന് അള്ളാഹു നൽകിയിട്ടുണ്ട്. നോമ്പ് അവന് ശുപാർശ ചെയ്യും. ഐ റബ്ബി മനഅതുഹു തഅമ വശഹവത, പഠിച്ചവനെ ഞാൻ നോമ്പ് പറയും, ഞാൻ അവനക്ക് ഭക്ഷണത്തെയും വൈകാരികങ്ങളായ കാര്യത്തെയും തടഞ്ഞു. അവന്റെ വിഷയത്തിൽ ശുപാർശ ചെയ്യാൻ എനിക്ക് അധികാരം തരണേ എന്ന് നോമ്പ് പറയും. നോമ്പ് ശുപാർശകനായിട്ട് വരുമെന്ന് ഹദീസിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാം ഏതായാലും നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. നമ്മുടെ നോമ്പ് യഥാർത്ഥ നോമ്പാക്കി തീർക്കാൻ വേണ്ടി ഞാനടക്കമുള്ള എല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടായാൽ മാത്രമേ സാധിക്കുള്ളൂ. നമ്മളൊന്ന് വിചാരിച്ച് നമ്മുടെ ആത്മസംസ്കരണം നടത്താൻ വേണ്ടി ശരീരങ്ങളിലെ ഓരോരോ അവയവങ്ങളെയും
സംരക്ഷിച്ചെടുത്ത് പോകാൻ വേണ്ടി തയ്യാറാവുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളുടെയും ഉസ്താദുമാരുടെയും ഇണകളുടെയും മക്കളുടെയും കൂട്ടുകുടുംബങ്ങളുടെയും സ്നേഹിക്കുന്നവരുടെയും സഹായിക്കുന്നവരുടെയും ഗുണാവശ്യങ്ങളുടെയും ദുആവസത്തിന്റെയും എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കട്ടെ. പാപങ്ങളൊക്കെ പുറക്കട്ടെ. ഈ മാസം അനുകൂലമാക്കി തീർക്കട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.